ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ രേണുസുതിയെക്കുറിച്ചാണ്. രേണുസുതി എന്തായാലും ബിഗ് ബോസിൽ രേണുസുതി വന്നു. അപ്പോൾ എല്ലാവരും കാത്തിരുന്നത് പോലെ തന്നെ സംഭവിച്ചു. എല്ലാവരും ബിന്ദുസ് ബ്ലോഗിലേക്ക് ഇവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് ബിഗ് ബോസിനെ കുറിച്ചാണ്, അതും നമ്മുടെ പ്രിയപ്പെട്ട രേണുസുതിയെക്കുറിച്ച്. അപ്പോൾ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ചിലരൊക്കെ പറഞ്ഞു ബിഗ് ബോക്സിൽ രേണുസുതി വരും, ചിലർ പറഞ്ഞു രേണുസുതി എടുക്കത്തില്ല എന്നൊക്കെ. അങ്ങനെ എന്തു തന്നെയാലും രേണുസുതിയും ബിഗ് ബോസിലുണ്ട്. ഇനി അങ്ങോട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ കാണേണ്ടത്. എന്തായാലും അടിപൊളിയായിരിക്കും ഇനി ബിഗ് ബോസ്. ഇതുവരെയുള്ള നുണയുടെ കൂമ്പാരത്തിനേക്കായി വളരെ മനോഹരമായി നുണകൾ പറയാനുള്ള ഒരു അവസരം കിട്ടി. പക്ഷേ അവസരം കിട്ടിയെങ്കിൽ പോലും വെറും മോശക്കാരൊന്നുമല്ല, 20ഓളം പേരുണ്ട്. അപ്പോൾ അവരൊന്നും മോശക്കാരല്ല. അപ്പോൾ അവരൊക്കെ തകർത്ത് ആടുന്നത് നമുക്ക് കാണാം. അപ്പോൾ രേണുസുതിയുടെ ഇനിയുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കുമെന്നാണ് എൻ്റെ ഒരു വിചാരം, എൻ്റെ ഒരു ചിന്ത. ഇനി എന്തൊക്കെയാണ് രേണുസുതി കള്ളങ്ങൾ പറയാൻ പോകുന്നത്? ശരിക്കും രേണുസുതിയെ കേട്ടോ, എനിക്ക് ഇഷ്ടമാണ് രേണുസുതിയെ, ഇഷ്ടക്കേടൊന്നും തന്നെ ഇല്ല. രേണുസുതി എനിക്ക് വളരെ ഇഷ്ടമാണ്. പക്ഷേ ചില കാര്യങ്ങളിൽ മാത്രമേ ഉള്ളൂ രേണുസുതിയോട് എനിക്ക് വെറുപ്പുള്ളത്. എന്നാൽ ചോദിക്കും, നിൻ്റെ വെറുപ്പ് രേണുസുതിക്ക് എവിടെ പറ്റുമെന്ന്. ഇത്രയും ജനങ്ങളുടെ വെറുപ്പാണെങ്കിൽ രേണുസുതിക്ക് ഒരു പിണ്ണാക്കും പറ്റിയില്ല. പക്ഷേ എങ്കിൽ തന്നെയും എനിക്ക് ചില കാര്യങ്ങളിൽ രേണുസുതിയോട് ഒരു എതിർപ്പുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വലിയ വലിയ കള്ളങ്ങൾ പറയും. ഒരു കള്ളം മറയ്ക്കാൻ മറ്റൊരു കള്ളം പറയും. അങ്ങനെ കള്ളങ്ങൾ പറഞ്ഞ് മുന്നോട്ട് വരുന്നു. അപ്പോൾ ഇനിയുള്ള രേണുസുതിയെക്കുറിച്ചൊക്കെ നമുക്ക് പറയാതെ തന്നെ നമുക്ക് ബിഗ് ബോസിൽ കാണാം. ബിഗ് ബോസിൽ നടക്കുന്ന കലാവിരുദ്ധകളൊക്കെ നമുക്കിങ്ങനെ കണ്ട് രസിക്കാം. പക്ഷേ ഈ പറയുന്നവരൊക്കെ ചിലരൊക്കെ പറയും, നീ രേണുസുതി ബിഗ് ബോസിൽ കയറിക്കഴിഞ്ഞാൽ ഞാൻ ബിഗ് ബോസ് കാണത്തില്ല എന്നൊക്കെ പറയും. അതൊക്കെ ചുമ്മാതാണേ. കയറിക്കഴിഞ്ഞാൽ വേറെ ഒരു ചാനലും അവർ ഓണാക്കത്തില്ല. അവർ ചെയ്യുന്ന മൊത്തം ബിഗ് ബോസ് കാണാനായിരിക്കും ഇരിക്കുന്നത്. കാരണം ഉറക്കം ഒഴിഞ്ഞും അവർ കാണും ബിഗ് ബോസ്. ഇനി എന്തൊക്കെ തിരക്ക് മാറ്റിവെച്ചും ഈ ആൾക്കാരെല്ലാം കാണുകയും ചെയ്യും. കാരണം രേണുസുതിയെ ഇഷ്ടമല്ല എന്ന് പറയുന്നവർ തന്നെ രേണുസുതിയുടെ അടിയിൽ വന്ന് കമൻറ്റ് കൊടുക്കും, രേണുസുതിക്ക് ലൈക്ക് കൊടുക്കും, എന്നിട്ട് രേണുസുതിയുടെ കുറേ കുറ്റങ്ങളും പറയും. പക്ഷേ ഞാൻ ആദ്യമൊക്കെ രേണുസുതിക്ക് സപ്പോർട്ട് ചെയ്തു. ശരിയാണ്, നമ്മളെപ്പോലൊരു പെണ്ണാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ ചില കാര്യങ്ങളിൽ എനിക്ക് രേണുസുതിയുടെ എതിർപ്പുണ്ടായിരുന്നു. കാരണം പപ്പ എന്ന് പറഞ്ഞൊരു പപ്പ ഇറങ്ങി വന്ന് കളിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അവരുടെ സഹോദരി ഇറങ്ങി വന്ന് കുറേ കള്ളങ്ങൾ പറയുന്നു. പിന്നെ ആവശ്യമില്ലാത്ത കാര്യത്തിന് ഒരു യൂട്യൂബറുടെ പേരിൽ കൊണ്ടുവന്ന് കംപ്ലയിൻറ്റ് കൊടുക്കുന്നു. ഈയൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ്. കാരണം ഇത്രയും ആൾക്കാരെല്ലാം സംസാരിച്ചിട്ടും ആ ഒരു യൂട്യൂബറെ മാത്രം തിരഞ്ഞു പിടിച്ചവർ കംപ്ലയിൻറ്റ് കൊടുക്കുന്നു. അതൊക്കെ എന്ന് പറയുന്നത് എനിക്കിഷ്ടമല്ലാത്ത ചില കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ സുധിക്ക് കിട്ടിയ അവന് ട്രോഫികളെല്ലാം കൊണ്ടുവന്ന് കട്ടൻ്റെ അടിയിൽ വാരി കയറ്റിയിട്ടിട്ട് അത് ഇടമില്ലാത്തത് കൊണ്ടാണ് വെച്ചത് എന്നൊക്കെ പറഞ്ഞതൊക്കെ എനിക്ക് എതിർപ്പുണ്ട്. കാരണം അവൾക്ക് ഇന്നലെ കിട്ടിയതെല്ലാം വാരി വെക്കാനുള്ള സൗകര്യങ്ങളുണ്ട്, രേണുസുതിയുടെ മാത്രം വെക്കാനുള്ള സൗകര്യങ്ങളില്ല എന്ന് പറഞ്ഞതൊക്കെ. പിന്നെ മക്കളെ നോക്കുന്ന കാര്യം പറയുകയാണെങ്കിൽ രേണുസുതി മക്കളെ നോക്കുന്നില്ല എന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. അവനവൻ്റെ മക്കളെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലെന്നോ നമുക്ക് ദൂരെ നിൽക്കുന്നത് നമുക്കറിയാൻ പറ്റത്തില്ല. പിന്നെ ഒരു വാശിപ്പുറത്ത് എന്തെങ്കിലും പറയുമ്പോൾ എന്തോ നിങ്ങൾ മക്കളെ നോക്കുമോ, നിങ്ങളെല്ലാം കൂടെ എൻ്റെ മക്കളെ നോക്കുമോ എന്നൊക്കെ ഒരു മൂച്ചിന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. പിന്നെ മക്കളെ നോക്കത്തില്ല എന്നൊന്നും നമ്മൾ പറയാനൊക്കത്തില്ല. കാരണം ഏതൊരമ്മയും മക്കളെന്ന് പറയുമ്പോൾ അവർക്ക് ജീവൻ്റെ ജീവനാണ്. പിന്നെ ഈ വന്ന കാലത്തൊക്കെ എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന പോലും ആരും അറിയുന്നില്ല. കുഞ്ഞുങ്ങളെ കൊണ്ട് കൊന്നു തള്ളിക്കളയുന്ന ആൾക്കാരാണ് ഈ വന്ന കാലത്ത് ചില അമ്മമാരൊക്കെ ഉണ്ട്. പക്ഷേ അതുപോലെയൊന്നും രേണുസുതി ചെയ്തില്ലല്ലോ. രേണുസുതി ഒന്നും അല്ലെങ്കിൽ രേണുസുതിയുടെ കുഞ്ഞുങ്ങളെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നോക്കുന്നുണ്ട്. പിന്നെ 24 മണിക്കൂറും കുഞ്ഞുങ്ങളുടെ തന്നെ ഇരിക്കാനെന്ന് പറയാൻ നമുക്ക് ജോലിക്കും വേലയ്ക്കും ഒക്കെ പോകേണ്ടവരല്ലേ. രേണുസുതിക്ക് അറിയാവുന്ന ജോലി ചെയ്യുന്നു. അത് അവരെങ്ങനെ വേണമെങ്കിലും ജോലി ചെയ്തോട്ടെ, ഏത് ഡ്രസ്സ് വേണമെങ്കിലും ധരിച്ചോട്ടെ, എന്ത് വേണമെങ്കിലും ധരിച്ചോട്ടെ. ഒരിക്കലും വിജയിക്കാൻ വേണ്ടി ഒരു കള്ളം പറയരുത്. കള്ളങ്ങൾ പറയുന്നതിനോട് മാത്രമേ എന്നെ സംബന്ധിച്ച് എനിക്ക് എതിർപ്പുള്ളൂ. അല്ലാതെ രേണുസുതി ഇനി എന്തിൽ അഭിനയിക്കുന്നു, ആരുടെ കൂടെ അഭിനയിക്കുന്നു, അതൊന്നും നമ്മുടെ വിഷയമേ അല്ല. ഒരാളുടെ മൗലികാവസ്ഥയിൽ കയറി കൈയടത്താനൊന്നും നമ്മളൊന്നും ആരുമല്ല. നമ്മളിങ്ങേ അറ്റത്തെ ആൾക്കാരാണ്. അപ്പം നമുക്കതിനൊന്നും ഒരാളോടും പറയേണ്ട കാര്യമില്ല. പക്ഷേ കള്ളങ്ങൾ പറയരുത്. എന്ത് കാണിച്ചെന്ന് പറഞ്ഞാൽ അത് പറയുക, ഞാൻ ഇന്നത് ചെയ്തതാണ്, അതെൻ്റെ ഇഷ്ടമാണ്, എൻ്റെ സൗകര്യമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഒരിതിൽ തന്നെ അവളോട് ചോദിച്ചു, പിന്നെ നിങ്ങൾ ഈ ഒരാണിൻ്റെ കൂടെ അല്ലാതെ വേറെ ജീവിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അതൊക്കെ ചോദിക്കുന്നതന്നെ വിഡിത്തമാണ്. ആരുടെ കൂടെ ജീവിച്ചു, എങ്ങനെ ജീവിച്ചു എന്നൊന്നും നാട്ടുകാരെ ഇപ്പം ബോധ്യപ്പെടുത്തേണ്ട കാര്യങ്ങളില്ല, ആർക്കും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. പക്ഷേ
ആദ്യ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ പറയാം, ഞാൻ ആദ്യ വിവാഹം കഴിച്ചതാണ്, ദാമ്പത്യ ജീവിതം എനിക്ക് മുന്നോട്ട് പോകാൻ താല്പര്യമില്ലായിരുന്നു, ഞാനത് ഉപേക്ഷിച്ചു. പിന്നീട് ഞാൻ വിവാഹം കഴിച്ചത് സുധിയാണ്. ഞങ്ങൾ മാന്യമായി തന്നെ ജീവിക്കുന്നുണ്ട്. അതിനകത്ത് നഷ്ടവും കുറവും കൂടുതലും എല്ലാം ഞങ്ങൾ തന്നെ സഹിക്കാൻ തയ്യാറാണ്. മറ്റുള്ള കാര്യങ്ങളിലൊന്നും ലൈഫിനെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് തുറന്ന് ചോദിക്കാനൊന്നും ആർക്കും അവകാശമില്ല. പക്ഷേ ഞാൻ വീണ്ടും പറഞ്ഞ് കള്ളങ്ങൾ പറയരുത്. സുധിയോട് അല്പം ബഹുമാനവും സ്നേഹവും കാണിക്കുക. വെറുതെ പുറമേ ഞാൻ രേണുസുതിയാണെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അത് ആത്മാർത്ഥമായിട്ട് കാണിക്കുക. അങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും കുറച്ച് ആൾക്കാരെല്ലാം കൂടെ കാത്തിരുന്നായിരുന്നു രേണുസുധിയെ ബിഗ് ബോസിൽ നിന്ന് അങ്ങ് കളയും, ബിഗ് ബോസ് കയറ്റില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. കാരണം ഒരുപാട് മോശമായ കമൻറ്റ് വരുന്നവരെയും ഒരുപാട് ആൾക്കാർ ശ്രദ്ധിക്കുന്നവരെയുമാണ് ഈ ബിഗ് ബോസിലൊക്കെ എടുക്കുന്നത്. അല്ല നമ്മളെപ്പോലെ സാധാരണക്കാരെ ആരെങ്കിലും വലിച്ച് ബിഗ് ബോസിലിടുമോ? ഇല്ലല്ലോ. ഇവിടെ 1 മില്യനും പിന്നെ 2 മില്യനും 5 മില്യനും ഒക്കെ അടിച്ചവരുണ്ട്. അവരെയൊക്കെ ബിഗ് ബോസിൽ വിളിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പം രേണുസുധിയെ ബിഗ് ബോസിലേക്ക് കയറ്റിയാൽ അവർക്ക് നല്ല ഉറപ്പുണ്ട്, ഇത് റേഞ്ച് വേറെയാണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അവർക്ക് ആരെയാണോ ഓരോ ഇതിനകത്ത് കയറ്റാനായിട്ട് അവർക്ക് തോന്നുന്നത് അവരെ കയറ്റും, എന്തായാലും കയറ്റിയിരിക്കും. അപ്പോൾ എന്തായാലും ബിഗ് ബോസിലിപ്പം നമ്മുടെ രേണുസുധി ഉണ്ട്. പിന്നെ രേണുസുധി മോളെ, നീ കള്ളങ്ങളൊന്നും പറയാൻ നിൽക്കല്ലേ. കാരണം ഈ പുറമേ കിടന്ന് കള്ളം പറഞ്ഞ പോലൊന്നും അല്ല ബിഗ് ബോസിനകത്ത് കയറിയിട്ട് കള്ളം പറയുന്നത്. അവരെ ഊറ്റി വാരി എവിടെ പിഴിഞ്ഞെടുത്ത് കളഞ്ഞു കളയും. നാറാൻ പോവരുത്. അത്യാവശ്യമായിട്ട് അങ്ങനെ പോകുന്നതൊക്കെ നല്ലതാണ്. പക്ഷേ പോകുമ്പോൾ അവിടുത്തെ രീതി അറിഞ്ഞും പെരുമാറ്റങ്ങൾ അറിഞ്ഞും ഒക്കെ നിന്നാൽ വളരെ മാന്യമായിട്ട് തന്നെ തിരിച്ചിറങ്ങിപ്പോരാ. പക്ഷെ ഞാൻ വീണ്ടും പറയുന്നു, എന്തായാലും ബിഗ് ബോസിൽ പോകുന്നു, ജയിച്ച് കയറി വരണം. ജയിച്ച് കയറി വരിക, അല്ലെങ്കിൽ കയറിയിട്ട് തോറ്റു വന്നാലും നാണക്കേടണ്ട. അതുകൊണ്ട് ജയിച്ച് കയറി വരിക. രേണുസുധിക്ക് എല്ലാവിധ മംഗളാശംസകളും നേരുന്നു. നമുക്കിനി എല്ലാവർക്കും ഒത്തിരി ബിഗ് ബോസ് ബിഗ് ബോസ് ഒന്നും കാണാത്ത ആളായിരുന്നു. ഞങ്ങളുടെ കിണുങ്ങാമണികളെല്ലാം പരപ്പോടെ ആരെങ്കിലും പോയി കഴിഞ്ഞാൽ ഇതങ്ങ് തുടങ്ങും. ആരെങ്കിലും വഴിയെ കൂടെ പോയി കഴിഞ്ഞാൽ ഇത് കിടന്നെങ്കിൽ കുരച്ചിലോടെ കരച്ചില്ല. അങ്ങനെ നമുക്ക് കുറേ കിണുങ്ങാമണികളുണ്ട്. ദാ ഒരെണ്ണം നിൽക്കുന്നു, ഇതാണ് അതിൻ്റെയൊക്കെ കൂട്. ഞങ്ങളുടെ ഡോഗിൻ്റെ കൂടുകൾ ഇതാണ്. അപ്പോൾ ആഹാ മിണ്ടേടാ, തക്കാളി കയറ്, കുക്കു കയറ്, കൂട്ടിക്കറേ കയറ്. അപ്പോൾ എല്ലാവരും കൂടെ എൻ്റെ 4 ചുറ്റും ഇങ്ങനെ കുത്തിയിരിക്കുവാണേ. അപ്പോൾ റോഡേ കൂടെ ആരെങ്കിലും പോകുമ്പോൾ ഇങ്ങനെ കുരയ്ക്കും. കടിക്കത്തൊന്നുമില്ല, ഇങ്ങനെ നടന്ന് കുരയ്ക്കും ആരെങ്കിലും പോവുകയാണെങ്കിൽ. അപ്പോൾ എന്തായാലും നമുക്കിനി എല്ലാവർക്കും ബിഗ് ബോസ് കാണണം കേട്ടോ. എല്ലാവരും കാണണം ബിഗ് ബോസ്, ഒരാളും കാണാതെ പോകരുത്. അപ്പം എല്ലാവരും കാത്തിരുന്നത് പോലെ തന്നെ വന്നു രേണുസുധി ബിഗ് ബോസിൽ. നമുക്ക് ബിഗ് ബോസ് കാണണം, കാണാതിരിക്കരുത്, മറക്കരുത്. എല്ലാവരും കാണണം, കണ്ടിരിക്കണം. ഓക്കെ, ബായ്.